നമസ്കാരം. ഇൻസ്റ്ററിലേക്ക് സ്വാഗതം. മുഴുപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ ഇപ്പോൾ 8 പ്രതികൾക്ക് ജീവപര്യന്തം കഠിന തടവും 50,000 രൂപ പിഴയുമാണ് ശിക്ഷയായി വിധിച്ചിരിക്കുന്നത്. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതന്റെ സഹോദരനടക്കമുള്ളവരാണ് ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതി 19 വർഷത്തിന് ശേഷമാണ് വിധി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ കൊലയാളികളെ രക്ഷിക്കാനായി CPM ഇവർ നിരപരാധികളെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തിറങ്ങുകയാണ്. അങ്ങനെ കണ്ണൂർ മുഴുപ്പിലങ്ങാട് സൂരജ് വധക്കേസിൽ നീതി നീണ്ട 19 വർഷങ്ങൾക്കുപ്പുറം ലഭിക്കുകയാണ്. 2 മുതൽ 9 വരെയുള്ള പ്രതികൾക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കുന്നത്. കേസിലെ 11ാം പ്രതികൾക്ക് 3 വർഷം തടവ് ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. CPM വിട്ട് BJPയിൽ ചേർന്ന വിരോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയൊരു കൊലപാതകം 2005 ഓഗസ്റ്റ് 7-ാം തീയതി നടത്തിയത്. അന്ന് രാവിലെയാണ് സൂരജ് എന്ന യുവാവിനെ കൊലപ്പെടുത്താനായി ഇവർ തീരുമാനിച്ചത്. രാഷ്ട്രീയ വിരോധത്തോടെ പ്രതികൾ ബോംബെറിഞ്ഞ ശേഷം മഴുവും കൊടുവാളും അടക്കമുള്ളവ ഉപയോഗിച്ചുകൊണ്ട് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയെന്നാണ് പ്രോസിക്യൂഷൻ ഈ കേസിനെക്കുറിച്ച് കോടതിയിൽ വിശദീകരിച്ചത്. കേസിലെ പ്രതികളായിരുന്ന PK ഷംസുദ്ദീനും TP രവീന്ദ്രനും പിന്നീട് മരണപ്പെട്ടിരുന്നു. അതിലെടുത്തു പറയേണ്ട ഒരു വിഷയം, മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ PM മനോരാജും TP കേസിലെ പ്രതി TK രജീഷും അടക്കമുള്ളവർ ഈ കേസിൽ പ്രതികളാണെന്നുള്ളതാണ്. CPMന്റെ അരുംകൊല എന്ന രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ഇതിനെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് CPM കണ്ണൂർ ജില്ലാ നേതൃത്വവും. കഴിഞ്ഞ ദിവസം പ്രതികളെ ന്യായീകരിച്ചുകൊണ്ട് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി രംഗത്ത് വന്നതൊക്കെ ഇവരെയും ഭയപ്പെടുത്തുന്നതാണ്. സംസ്ഥാനം ഭരിക്കുന്ന തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അരുംകൊലയുടെയും കൊട്ടേഷൻ നടത്തിയുമായിട്ടുള്ള ഒരാളുടെ അടുത്ത ബന്ധമുണ്ട് എന്നൊക്കെ തന്നെ അറിയുന്നത് ഏറെ ഭയപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഞെട്ടലുകൾ മലയാളികൾക്ക് സമ്മാനിക്കാത്ത വിധത്തിൽ തന്നെ ഇതിനെ ന്യായീകരിക്കാനും തൊട്ടു പിന്നാലെ നേതാക്കൾ വെമ്പുന്നതാണ് ഏവരെയും അമ്പരപ്പിക്കുന്നത്. പാർട്ടിക്ക് വേണ്ടി കൊല്ലും കൊലപാതകവും ഒക്കെ നടത്തിയാൽ അവരെ ഏതു വിധത്തിലും ഏതു വിധേനയും രക്ഷിക്കുമെന്നുള്ളതാണ് ഇതിലൂടെ ഒരു സൂചന, ഒരു പാഠം നൽകുന്നത്. കൊലപ്പെടുത്തുന്നതിന് 6 മാസം മുൻപ് സൂരജിനെ CPM പ്രവർത്തകർ ആക്രമിച്ചതായ ഒരു വാർത്ത വന്നിരുന്നു. അന്ന് കാലിന് മാരകമായി പരിക്ക് പറ്റിയിരുന്നു, വെട്ടേറ്റിരുന്നു, 6 മാസത്തോളം കിടപ്പിലായിരുന്നു. പിന്നീട് ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും ആക്രമിക്കാൻ തയ്യാറായി. മരണപ്പെടുമ്പോൾ 32 വയസ്സായിരുന്നു സൂരജിന്റെ പ്രായം. BJP RSS പ്രവർത്തകനായി പ്രവർത്തിച്ചു പോയ മുഴുപ്പിലങ്ങാട് ഇളമ്പായി ചന്ദ്രന്റെ മകൻ സൂരജിനെ രാഷ്ട്രീയ വിരോധം ഒന്നുകൊണ്ട് മാത്രം മനഃപൂർവ്വം കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അന്ന് CPM നേതാക്കളായിട്ടുള്ള പ്രഭാകരൻ മാസ്റ്റർ, KV പത്മനാഭൻ, മന്തമ്പേത് രാധാകൃഷ്ണൻ, തെക്കുംപാടം പൊയിൽ രവീന്ദ്രൻ എന്നിവർ മുഴുപ്പിലങ്ങാട് കുളംബസാറിലുള്ള ലോട്ടറി സ്റ്റാളിനടുത്ത് വെച്ചും കൂടക്കടവ് കൃഷ്ണപിള്ള സ്മാരക മന്ദിരത്തിനടുത്ത് വെച്ചും ഗൂഢാലോചന നടത്തിയത്. സൂരജിനെ കൊല ചെയ്യാൻ വേണ്ടി PK ഷംസുദ്ദീനെയാണ് ചുമതലപ്പെടുത്തിയത്. ഷംസുദ്ദീൻ കൃത്യമായി ഈ വിഷയം, ഈ പദ്ധതി ഏറ്റെടുത്തു. NV യോഗേഷിനെയും ഷിംജിത്തിനെയും PM മനോരാജിനെയും ഇതിനുവേണ്ടി ഏർപ്പാടാക്കി. ശിക്ഷിക്കപ്പെട്ട 5ാം പ്രതിയായ PM മനോരാജ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത ആളായിട്ടുള്ള PM മനോജിന്റെ സഹോദരൻ കൂടിയാണെന്നുള്ളതാണ് ഈ കേസിനെ സംബന്ധിച്ച് ഭയപ്പെടുത്തുന്ന, കേരളത്തെ നടുക്കുന്ന മറ്റൊരു വിഷയം. മനോരാജ് TK രജീഷിനെയും ചുമതലപ്പെടുത്തി 2005 ഓഗസ്റ്റ് 7-ാം തീയതി രാവിലെ 8:40 മഴു, കൊടുവാൾ തുടങ്ങിയ മാരകായുധങ്ങളുമായി നെയ്യോത്ത് സജീവൻ ഓടിച്ച ഓട്ടോറിക്ഷയിൽ മുഴുപ്പിലങ്ങാട് ജംഗ്ഷനിലേക്ക് എത്തി. ആയുധങ്ങളുമായി പ്രതിയെ കണ്ട ഉടൻ തന്നെ സൂരജിന് കാര്യം മനസ്സിലായി. അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ BSNL ടെലഫോൺ എക്സ്ചേഞ്ചിനടുത്തുള്ള ഒരു മയിൽക്കുറ്റിയിൽ തട്ടി മറിഞ്ഞു വീണു. കൊല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട്, വെട്ടി വീഴ്ത്തടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് യോഗേഷ് സൂരജിന്റെ കഴുത്തിനാണ് ആദ്യം ആഞ്ഞു വെട്ടിയത്. പിറകെ ഓടിയെത്തിയ TK രജീഷും മഴുകൊണ്ട് തലയ്ക്ക് വെട്ടി. ഷംസുദ്ദീനും ഷിംജിത്തും മനോരാജും വാളുകൊണ്ട് ശരീരമാസകലം വെട്ടിക്കീറി. പുതിയപുരയിൽ പ്രദീപൻ പ്രതികളെ ഒളിവിൽ താമസിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. 2012 TK രജീഷിനെ TP ചന്ദ്രശേഖരൻ വധക്കേസിൽ അറസ്റ്റ് ചെയ്ത സമയത്താണ് സൂരജ് വധക്കേസിൽ താനും നാരായണൻ എന്ന മനോരാജും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കുറ്റസമ്മത മൊഴി നൽകിയത്. ഇതിനെയൊക്കെയാണ് കഴിഞ്ഞ ദിവസം കോടതി വിധി ഇന്ന് പ്രസ്താവിക്കുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് ജയരാജൻ ശക്തമായി വിമർശിച്ചത്. എന്തായിരുന്നാലും ആ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ K ദാമോദരൻ, TK രത്നകുമാർ എന്നിവർ കൂടി കേസ് പുനരന്വേഷിച്ച് പ്രതിസ്ഥാനത്ത് അവരെ ഉൾപ്പെടുത്തുകയും ചെയ്തു. TP ചന്ദ്രശേഖരൻ കേസ് അന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന TK രജീഷ്, പാനൂർ വിനയൻ എന്ന വധക്കേസിലെ പ്രതിയും RSS ജില്ലാ ശാരീരിക് ശിക്ഷൺ പ്രമുഖ് കതിരൂർ മനോജിനെയും പിണറായിയിലെ പ്രേംജിത്തിനെയും വകവരുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി കൂടിയാണ്. ഇങ്ങനെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ടൂളായി തന്നെയാണ് ഇവരൊക്കെ തന്നെ മാറിയിരിക്കുന്നത്. കേസിൽ 42 സാക്ഷികൾ.
28 സാക്ഷികളെ വിസ്തരിച്ചു. 51-ലധികം രേഖകളുണ്ടായിരുന്നു. അതൊക്കെ തന്നെ പരിശോധിച്ചു. കണ്ണൂർ സിറ്റി പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന കെ ദാമോദരനാണ് കേസ് അന്വേഷിച്ച് കുറ്റപത്രം സമർപ്പിച്ചത്. ടി കെ രത്നകുമാർ തുടരന്വേഷണം നടത്തി 2 പേരെ കൂടി പ്രതി ചേർത്തു. കോടതി വിധിയറിയാൻ CPM BJP പ്രവർത്തകരും നേതാക്കളും ഒക്കെ തന്നെ കോടതിയിൽ കഴിഞ്ഞ ദിവസം എത്തിയിരുന്നു, ഇന്നും എത്തിയിരുന്നു. സൂരജിനെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ 9 CPM പ്രവർത്തകരെയാണ് തലശ്ശേരി കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. തലശ്ശേരി സെഷൻസ് ജഡ്ജി നിസാർ അഹമ്മദാണ് പ്രതികൾ കുറ്റക്കാരാണെന്ന് നിസ്സംശയം കണ്ടെത്തിയിരിക്കുന്നതും 8 പേർക്ക് ജീവപര്യന്തം കഠിന തടവും 50,000 പിഴയും ഒടുക്കാനായി ആരോപിച്ചിരിക്കുന്നത്. പ്രതികളെ ഒളിപ്പിൽ താമസിപ്പിച്ചു എന്ന കുറ്റത്തിന് 11-ാം പ്രതിക്ക് 3 വർഷം കഠിന തടവും പിഴയും ശിക്ഷയായി വിധിച്ചിട്ടുണ്ട്. നഷ്ടപരിഹാര തുക സൂരജിൻ്റെ അമ്മ സതിയുടെ കയ്യിൽ നൽകിയിരിക്കണം, അതല്ലെങ്കിൽ കൂടുതൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ അഡ്വക്കേറ്റ് പി പ്രേമരാജനാണ് ഹാജരായത്. 2005 ഓഗസ്റ്റ് 7-ാം തീയതി രാവിലെ 8:30 മണിയോടെയാണ് നാടിനെ തന്നെ നോവിലാക്കിയ ഇങ്ങനെയൊരു കൊലപാതകം അവിടെ നടന്നിരിക്കുന്നത്. കേസിലെ 1-ാം പ്രതിയായ ഷംസുദ്ദീൻ, 12-ാം പ്രതിയായ TP രവീന്ദ്രൻ എന്നിവർ വിചാരണ വേളയിൽ തന്നെ മരണപ്പെട്ടിരുന്നു. 10-ാം പ്രതിയായ നാഗത്താൻകോട്ടയിലെ പ്രകാശനെ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തി പോലീസ് പിന്നീട് വെറുതെ വിടുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അതുകൂടാതെ 11-ാം പ്രതിയായ പ്രദീപനെ കൊലപാതക കേസിലെ പ്രതികളെന്ന് മനസ്സിലാക്കിയിട്ടും സംരക്ഷിച്ചത് വലിയ കുറ്റകൃത്യമായി തന്നെയാണ് കോടതി നോക്കിക്കണ്ടിരിക്കുന്നത്. കോടതി വിധിയിൽ എന്തായിരുന്നാലും സംതൃപ്തി ഉണ്ടെന്നാണ് 10-ാം പ്രതി നാഗത്താൻകോട്ടയിൽ പ്രകാശനെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകുമെന്നും സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പി പ്രേമരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കുറ്റവാളികളായവരെ രക്ഷിക്കാൻ മേൽക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം CPM അതിൻ്റെ ഭാഗമായി നടത്തുന്നുമുണ്ട്. കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയവർ നിരപരാധികളാണെന്നാണ് CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായ MV ജയരാജൻ പറഞ്ഞത്. പ്രതികൾ അപരാധം ചെയ്തുവെന്നതിൽ വസ്തുത ഒന്നും തന്നെ ഇല്ലെന്നും പാർട്ടി ശിക്ഷിക്കപ്പെട്ടവരോടൊപ്പം തന്നെ നിൽക്കുമെന്നാണ് പറയുന്നത്. നിരപരാധികളെ രക്ഷിക്കാൻ പാർട്ടി നടപടി സ്വീകരിക്കും. കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകി മുന്നോട്ട് പോകാനാണ് ജയരാജൻ തീരുമാനിച്ചിരിക്കുന്നത്. കുറച്ചുകാലം മുന്നേ തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഷാഫി പറമ്പിലാണ് നേരത്തെ പരാമർശിച്ച PM മനോജിൻ്റെ സഹോദരനായ മനോരാജിനെക്കുറിച്ച് വിവാദങ്ങളിലേക്ക് വലിച്ചിഴച്ചതും അതുപോലെ തന്നെ ഈ പേര് വീണ്ടും ഓർത്തെടുത്ത് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നതൻ്റെ സഹോദരനെതിരെ നേരത്തെ കൊട്ടേഷൻ ആരോപണങ്ങൾ ഉയർന്നിരുന്നുവെന്നും ഈ സാഹചര്യത്തിൽ ഷാഫിയുടെ ആരോപണങ്ങൾ കൂടി വലിയ തോതിൽ ചർച്ചയായി മാറുകയും ചെയ്തു. കണ്ണൂരിൽ CPMലെ അതിശക്തരിൽ ഒരാളായിരുന്നു മനോരാജ് നാരായണൻ. P ജയരാജനുമായിട്ടായിരുന്നു ഏറ്റവും അധികം അടുപ്പമുണ്ടായിരുന്നത്. TP കേസിൽ കുഞ്ഞനന്ദൻ ജയിലിലായ ശേഷം CPMൽ മനോരാജ് ഏറെ കരുത്തനായി മാറി. ആകാശ് തില്ലങ്കേരിയുമായി മനോരാജ് നാരായണൻ അടുത്ത ബന്ധമുണ്ടെന്നാണ് ഷാഫി പറമ്പിലിൻ്റെ ആരോപണം. കൊടിസുനിയുമായിട്ടുള്ള അടുപ്പവും പ്രതിപക്ഷം ചർച്ചയ്ക്കെടുത്തിരുന്നു. ഇപ്പോൾ TP കേസിലെ പ്രതിയായ TK രജീഷ് പ്രതിയായ രാഷ്ട്രീയ കൊലക്കേസിൽ കുറ്റവാളിയുമാകുന്നു മനോരാജ് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. PM മനോജിനെ പോലെ നേരത്തെ സോഷ്യൽ മീഡിയയിലും സജീവമായിരുന്നു മനോരാജ്. പാർട്ടി വിരുദ്ധമായതൊന്നും തന്നെ പോസ്റ്റ് ചെയ്യാറില്ല. വിവാദമുണ്ടാകാൻ സാധ്യതയുള്ള ഫോട്ടോകൾ പോലും ഫേസ്ബുക്കിൽ ഇടാറില്ല. സൗമ്യമായ ഇടപെടലായിരുന്നു ഇക്കഴിഞ്ഞ കുറേ കാലങ്ങളായി മനോരാജ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ വിവാദമുണ്ടാക്കുന്നതൊന്നും തന്നെ നിലവിലില്ല. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ 1-ാം 2-ാം പിണറായി സർക്കാർ കാലയളവിനിടയിൽ RSS പ്രവർത്തകനെ കൊന്ന കേസിനൊപ്പം കൂത്തുപറമ്പിൽ ആയുധശേഖരം സൂക്ഷിച്ച കേസിലും ഇയാൾ പ്രതിയാണ്. കൂത്തുപറമ്പ് പുറക്കളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിന് ആകാശ് തില്ലങ്കേരി, കൊടിസുനി എന്നിവരുടെ സംഘവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് നേരത്തെ തന്നെ ഒരു ആരോപണം ഉയർന്നു കേട്ടിരുന്നു. മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ സാഹചര്യത്തിലാണ് മനോരാജ് നാരായണനെതിരെ ഷാഫി പറമ്പിലടക്കം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.